ഈ കാണുന്നതാണ് പാലക്കയംതട്ടിൻ്റെ പുറവശത്തെ ഗേറ്റ്. നമ്മൾ വന്ന വഴി ഇതാണ്. താഴെ തുരുമ്പി എന്ന ടൗണിൽ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് എടുത്ത് ഇങ്ങോട്ട് കയറി വന്നത്. മുകളിലോട്ട് വഴി ടൂ വീലറിന് തന്നെ കയറി പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ഓഫ് റോഡാണ്. ഇവിടെ വരെ സാധാരണ കാറുകളൊക്കെ വരത്തുള്ളൂ. ഓഫ് റോഡ് ഡ്രൈവ് വണ്ടികളൊക്കെ ആണെങ്കിൽ മുകളിലോട്ട് കയറി പോകാവുന്നതാണ്. ഇനി നമുക്ക് എന്തായാലും താഴോട്ട് തിരിച്ചു പോകും. ഞാനിപ്പോൾ തുരുമ്പി ടൗണിൽ വന്നിട്ടുണ്ട്. ഇത് തുരുമ്പി ടൗണാണ്. നേരെ മുമ്പോട്ട് പോകുകയാണെങ്കിൽ കനകക്കുന്ന് ചെല്ലും. കനകക്കുന്ന് കുടിയാൻമല ഭാഗത്തോട്ട് ചെല്ലും. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് പുറകുവശത്തോട്ട് പോകുകയാണെങ്കിൽ ആശങ്കവല, വെള്ളാട്, കരുവഞ്ചാൽ എത്തിച്ചേരും. ഇത് നമ്മൾ വന്ന വഴിയാണ്. ഇതിൽ തന്നെ നമുക്ക് നേരെ തിരിച്ചു പോകാം. തിരിച്ച് പോയിട്ട് തളിപ്പറമ്പ് കുടിയാൻമല റൂട്ടിൽ പുലിക്കുരുമ്പ് ആ വഴി ഒരു റൂട്ടുണ്ട്. പുലിക്കുരുമ്പ് വന്നതിന് ശേഷം കൈതല എന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്ത് കയറി വരുന്ന വഴിയുണ്ട്. ഗൂഗിൾ മാപ്പ് ആ വഴി ചിലപ്പോൾ കാണിച്ചേക്കാം. കൂടുതൽ ആൾക്കാർ ഈ വഴിയാണ് വരുന്നത്. നമുക്ക് ആ വഴി തിരിച്ചു പോയി നോക്കാം, എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. പാലക്കയംതട്ടിലെ സീസണൊക്കെ തുടങ്ങുന്നത് ഏകദേശം ഒരു ജൂൺ അവസാനത്തോടു കൂടി ആയിരിക്കും. നല്ല മഴയൊക്കെ പെയ്തതിന് ശേഷമാണ് നല്ല പച്ചപ്പും കോടയൊക്കെ ഇറങ്ങത്തുള്ളൂ. നമ്മളിപ്പം തിരിച്ച് വന്ന അതേ ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. ഈ ജംഗ്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരല്. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് എടുത്ത് മുകളിലോട്ട് കയറി പോകണം. ബോർഡുകളൊക്കെ ഉണ്ട്. ഈ ചെറിയ കട ഓർത്താൽ മതി. ഇനി നമ്മൾ നേരെ തളിപ്പറമ്പ് കുടിയാൻമല മെയിൻ റോഡിലോട്ടാണ് ഈ റോഡ് എത്തിച്ചേരുന്നത്. നേരെ അങ്ങോട്ടാണ് പോകുന്നത്. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ കയറി വരുകയും വേണം. ചെറിയ റോഡാണ്. 2 കാറുകൾക്ക് സൈഡ് കൊടുത്ത് പോകാം. പക്ഷേ വലിയൊരു വണ്ടി വരുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. റോഡ് ഇവിടെയൊക്കെ അടിപൊളിയാണ്. പണ്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇവിടെ നിന്നും വണ്ടിക്ക് വരാൻ പറ്റാത്ത രീതിയിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡായിരുന്നു. പിന്നെ ഇറങ്ങിപ്പോകുന്നവർ സ്പീഡ് കുറച്ചൊക്കെ ഇറങ്ങുക. ഇതിനു മുമ്പ് ഇവിടെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓവർ സ്പീഡിൽ വരുവാണെങ്കിൽ നമുക്ക് ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ വണ്ടി ബ്രേക്ക് അടിച്ച് കയ്യിൽ നിൽക്കണമെന്നൊന്നുമില്ല. വണ്ടിയുടെ വഴിക്ക് പോകും. ഇവിടേക്ക് യാതൊരു രക്ഷയില്ലാണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടന്നിരുന്ന റോഡുകളാണ്. ഇപ്പോഴും കുഴപ്പമില്ല. സൈഡൊക്കെ ചില ഭാഗങ്ങളിൽ പൊളിഞ്ഞിട്ടുണ്ട്. രാത്രിയൊക്കെ സൈഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രണ്ട് വീല് കുഴിയിൽ ഒക്കെ ചാടാനുള്ള സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം വരിക. ഏത് സീസണാണെങ്കിലും ഉച്ചയ്ക്കൊന്നും വന്നിട്ട് യാതൊരുവിധ കാര്യമൊന്നുമില്ല. വൈകുന്നേരം നിങ്ങളൊരു 5 മണിയോടുകൂടി എത്തിച്ചേർന്നിട്ട് ലേറ്റായിട്ട് ഇറങ്ങി പോവുക. ധൃതി പിടിച്ച് ഒരു 7 മണി സന്ധ്യ ആകുന്ന സമയത്ത് ഇറങ്ങി പോകാതിരിക്കുക. ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക്. പുറമേ നിന്ന് വരുന്ന ആൾക്കാരും ഇവിടുന്ന് തിരിച്ചു പോകുന്ന ആൾക്കാരും. ഏകദേശം ഒരു 8 മണിയായിട്ട് മാത്രം ഇറങ്ങിപ്പോകാൻ വേണ്ടി നോക്കുക. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെയാണ്. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെയാണ് പാലക്കയംതട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. ഇതിനു മുമ്പ് 11 മണി വരെ ഉണ്ടായിരുന്നു. രാവിലെ 4 മണിക്ക് ഓപ്പണായിട്ട് വൈകുന്നേരം 11 മണി വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴത് 6 മണി തൊട്ട് 9 മണി വരെയേ ഉള്ളൂ. നല്ല ശക്തമായ മഴയുള്ള സമയങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പം റോഡൊക്കെ ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. മരങ്ങൾ ഒടിഞ്ഞ് വീഴുകയോ മണ്ണിടിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യും. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പം ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പിൽ, നമ്മുടെ തൊട്ട് മുമ്പിലായിട്ട് ഇവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. ഇവിടെ തന്നെയാണ്. പണ്ട് ഇവിടെയായിരുന്നു ജീപ്പ് ഒക്കെ സർവീസുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നത്. ഇപ്പം റോഡ് സൈഡിൽ ഇവിടെ ഒരു ഓട്ടോറിക്ഷ കാണുന്നുണ്ട്. ജീപ്പുകളൊന്നും കാണുന്നില്ല. ഇവിടെയായിരുന്നു ജീപ്പ് സ്റ്റാൻഡ്. ഇനിയിപ്പോൾ ജീപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ വണ്ടികളും മുകളിലോട്ട് കയറി പോകും. അതുകൊണ്ട് തന്നെ ജീപ്പ് സർവീസൊന്നും ഇപ്പം ഇല്ല. ജീപ്പിനെ ആശ്രയിക്കേണ്ട കാര്യവുമില്ല. നമ്മളിപ്പോൾ നേരെ ഹൈവേയുടെ അടുത്ത് എത്തിച്ചേരുകയാണ്. തളിപ്പറമ്പ് കുടിയാൻമല റൂട്ടിലോട്ട്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ കുടിയാൻമല എത്തിച്ചേരും. റൈറ്റ് എടുക്കുകയാണെങ്കിൽ തളിപ്പറമ്പ് റൂട്ടിലോട്ട് കയറും. അതായത് പുലിക്കുരുമ്പ ജില്ല. പുലിക്കുരുമ്പയിൽ നിന്ന് നിങ്ങൾക്ക് ചെമ്പേരി, ശ്രീകണ്ഠാപുരം, എട്ടി ഭാഗത്തോട്ട് പോകാവുന്നതാണ്. അതേപോലെ തന്നെ പുലിക്കുരുമ്പയിൽ നിന്ന് റൈറ്റ് എടുക്കുകയാണെങ്കിൽ തളിപ്പറമ്പ് ഭാഗത്തോട്ട് പോകാവുന്നതാണ്.